റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് മീതെ ഡ്രോണുകൾ വർഷിച്ച് യുക്രൈന്റെ തിരിച്ചടി. തിങ്കളാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ മോസ്കോയിലെ 4 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഡസൻ കണക്കിന് ഡ്രോൺ തകർത്തതിനു പിന്നാലെയാണ് വിമാനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് വിമാനത്താവളങ്ങൾ അടച്ചത്. 59 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മോസ്കോ മേയർ അറിയിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷം ശക്തമാക്കുന്നതിനിടെയാണ് മോസ്കോയിൽ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ യുറൽ മേഖലയിലെ വിമാനത്താവളങ്ങൾ റഷ്യ താൽക്കാലികമായി അടച്ചിരുന്നു. ഞായറാഴ്ച രാത്രി റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ക്രിമിയയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 28ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ സേനയ്ക്ക് ഇന്ധനം വിതരണം ചെയ്തിരുന്ന ഓയിൽ ഡിപ്പോയ്ക്കും ഇന്ധന സംവിധാനങ്ങൾക്കും നേരെയായിരുന്നു യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അപ്പുറമുള്ള റഷ്യയിലെ യുറൽ മേഖലയിലുള്ള ക്യുമനിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണ റിഫൈനറിക്ക് നേരെയും യുക്രൈൻ ആക്രമണം നടത്തി. റഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള എണ്ണ സംസ്കരണ പ്ലാന്റുകളിൽ ഒന്നിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യുക്രൈൻ റഷ്യയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഇതോടെ റഷ്യയുടെ തെക്കൻ മേഖലകളിൽ ഇന്ധനക്ഷാമം നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 3000-ലധികം കിലോമീറ്റർ ദൂരപരിധി ശേഷിയുള്ള ദീർഘദൂര ഡ്രോണുകൾ വികസിപ്പിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം യുക്രൈനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച തെക്കൻ യുക്രൈനിലെ ഒഡേസയ്ക്ക് നേരെ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒഡേസ ജില്ലയിലെ കാർഷിക സംവിധാനത്തിന് നേരെയായിരുന്നു റഷ്യ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. മിസൈൽ പതിച്ചതിനെ തുടർന്ന് വാഹനങ്ങൾക്കും ഇന്ധന സംഭരണ ടാങ്കറുകൾക്കും തീപിടിച്ചു. പിന്നാലെ ഖത്തറിലെ പ്രധാന വ്യവസായ നഗരമായ റാസ് ലഫാനിലെ ഫാക്ടറിയിൽ ഞായറാഴ്ചയുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 54ആയി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദന കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നാണിത്. അപകടത്തിൽ 18 ജീവനക്കാരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എന്നാൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള യാതൊരുവിധ വാതക ചോർച്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. അപകട സമയത്ത് ദോഹയിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണമല്ലെന്നും സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നുമാണ് പ്രാഥമിക വിവരം. അപകട വിവരം ഖത്തർ എനർജിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US ഇറാൻ യുദ്ധത്തിൽ റാസ് ലഫാന് നേരത്തെ തന്നെ കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഗൾഫ് മേഖലയിലെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഖത്തറിന് വാതക ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായതെന്നും ഇത് ബാർസാൻ പ്രാദേശിക വാതക വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും കാരണമായതായും പൊതുമേഖലാ സ്ഥാപനമായ ഖത്തർ എനർജി അറിയിച്ചു. പ്ലാന്റിൽ പ്രകൃതിവാതക ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പൊതുജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഖത്തർ എനർജി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇറാനും യുഎസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയിട്ടും ഇസ്രയേൽ ലെബനനിൽ കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്വിറ്റ്സർലൻഡിൽ ചർച്ച നടക്കുന്നത്. 14 ധാരണാപത്രം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക എന്നതാകും ചർച്ചയിൽ മുഖ്യമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലെ അടിയന്തര വെടിനിർത്തലും ഇറാൻ അമേരിക്ക സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മാർച്ച് 2 മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം 4057ആയി ഉയർന്നു. 12121 പേർക്ക് പരിക്കേറ്റു. എന്നാൽ സിവിലിയൻ കുരുതി കുറയ്ക്കാൻ പരമാവധി ജാഗ്രത പുലർത്തുന്ന സേനയാണ് ഇസ്രായേലിന്റേതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. ലെബനനിലെ വ്യാപക കുരുതിക്കെതിരെ ട്രംപ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരസ്യ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു നെതന്യാഹു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.